Hi, welcome back to nursing education. Today we'll be seeing one of the important teaching method in nursing, which is conference. So conference, it is basically a two-way communication between the teacher as well as the students in order to accomplish certain teaching learning objectives. So let's see what is conference. Conference, as we said, is a two-way process where teaching learning go simultaneously. So it is an interaction between the teacher as well as the student in order to accomplish certain teaching learning objectives, or in order to know about the progress of the students, how the study material is being effective, or if the class has gained the required objectives. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് കുട്ടികളും ടീച്ചറും തമ്മിലുള്ള ഒരു ബേസിക് ഇൻട്രാക്ഷനെയാണ് കോൺഫറൻസ് എന്ന് പറയുന്നത്. It's a method in which a teacher meets a small group of students for the purpose of accomplishing certain clinical learning objectives. So basically ഇത് clinical സൈഡിലാണ് നടക്കുന്നത്. And here it is not meant for a large group, it is meant for a small group. And here the teacher interacts with this group in order to accomplish the certain clinical learning objectives. It is held under the chairmanship of an expert who is either a teacher or a senior member of a professional group. സോ ഇത് ചിലപ്പോൾ ഒരു ടീച്ചർ ആയിരിക്കാം കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു നേഴ്സ് എഡ്യൂക്കേറ്റർ ആവാം, അല്ലെങ്കിൽ നേഴ്സസിൽ തന്നെ സീനിയർ ആയിട്ടുള്ള ഒരു മെമ്പർ ആവാം. So here the expert leading this particular process may be either a teacher or a senior member of a professional group. Conferences can be of different types, and based on the purposes, conferences can be different types like direction giving conference, client centered conference, content conferences, reporting conferences, general problem conferences, and nursing care conferences. Now let's see one by one. First, about direction giving conference. പേരിലുള്ള പോലെ തന്നെ കുറച്ച് ഡിറക്ഷൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കോൺഫറൻസ് ആണ് ഡിറക്ഷൻ ഗിവിംഗ് കോൺഫറൻസ്. സോ ഡിറക്ഷൻ ഗിവിംഗ് കോൺഫറൻസ്, ഇറ്റ് ഈസ് എ കോൺഫറൻസ് ഇൻ വിച്ച് the leader gives information and directions specific to the assignment. ഒരു അസൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഡിറക്ഷൻസ് കൊടുക്കുന്ന ഒരു കോൺഫറൻസ് ആണ് ഡിറക്ഷൻ ഗിവിംഗ് കോൺഫറൻസ്. The next type is client-centered conference. Here, the members identify the problems and attempt to arrive at solutions and decide on the course of action. സോ ഇതിലെ പാർട്ടിസിപ്പൻസ് അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ അവർക്ക് സോൾവ് ഔട്ട് ചെയ്യേണ്ട ആ ഒരു പ്രോബ്ലത്തിനെ ഒന്ന് ഡിസ്കസ് ചെയ്ത് അതിന് വേണ്ട സൊല്യൂഷൻസിൽ അറൈവ് ചെയ്ത് ആ സൊല്യൂഷൻ മീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ പ്ലാൻ ചെയ്യുന്ന ഒരു കോൺഫറൻസ് ആണ് ക്ലയൻറ്റ് സെൻറ്റേർഡ് കോൺഫറൻസ്. സോ ഹിയർ the members identify the problems and attempt to arrive at solutions and decide on the course of action. The next kind is കണ്ടന്റ് കോൺഫറൻസസ്. പേരിലുള്ള പോലെ തന്നെ കണ്ടന്റ്, ഒരു സ്പെസിഫിക് നോളജ് അല്ലെങ്കിൽ ഒരു ഡേറ്റ കൺവേ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കോൺഫറൻസ് ആണ് കണ്ടന്റ് കോൺഫറൻസ്. സോ കണ്ടന്റ് കോൺഫറൻസസ്, ഹിയർ ദ പാർട്ടിസിപ്പൻസ് അസംബിൾ ഇൻ ഓർഡർ ടു ഗ്യാദർ നോളജ് അബൌട്ട് എ സ്പെസിഫിക് സബ്ജക്റ്റ്. ഒരു പർട്ടിക്കുലർ ടോപ്പിക് അല്ലെങ്കിൽ ഒരു ന്യൂ ഏരിയനെ കുറിച്ച് പുതിയ നോളജ് ഗെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കോൺഫറൻസസ് ആണ് കണ്ടന്റ് കോൺഫറൻസസ്. സോ ഇതുവരെ നമ്മൾ കണ്ട ടൈപ്സ് ആണ് ഡിറക്ഷൻ ഗിവിംഗ് കോൺഫറൻസ്, ക്ലയൻറ്റ് സെൻറ്റേർഡ് കോൺഫറൻസ് ആൻഡ് കണ്ടന്റ് കോൺഫറൻസ്. ദ നെക്സ്റ്റ് കൈൻഡ് ഇസ് റിപ്പോർട്ടിംഗ് കോൺഫറൻസ്. ഇത് പറയേണ്ട കാര്യമൊന്നുമില്ല, പേര് തന്നെയുണ്ട്, റിപ്പോർട്ടിംഗ് കോൺഫറൻസ്. ഒരു കാര്യത്തെ റിപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കൈൻഡ് ഓഫ് കോൺഫറൻസ് ആണ് റിപ്പോർട്ടിംഗ് കോൺഫറൻസ്. ബേസിക്കലി ഇറ്റ് ഇസ് ഓൺ പ്രോഗ്രസ് റിപ്പോർട്ട്സ്. ഇപ്പോൾ ഒരു അസൈൻമെൻ്റ് ഒക്കെ കൊടുത്തു, അത് ഘട്ടം ഘട്ടമായിട്ടാണ് ചെയ്യേണ്ടത്. ലൈക്ക് നിങ്ങളുടെ ഒരു റിസർച്ച് സ്റ്റഡിയാണ്,
അത് എത്രമാത്രം പ്രോഗ്രസ് ആയി എന്ന് ഗൈഡിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ടീച്ചറിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് കോൺഫറൻസ് ആണ് റിപ്പോർട്ടിംഗ് കോൺഫറൻസസ്. സോ ഹിയർ ദ പാർട്ടിസിപ്പൻസ് ഗീവ് പ്രോഗ്രസ് റിപ്പോർട്ട്സ്. The next kind is general problem conferences, where the participants express their impressions about the work situations and try to resolve work or personal problems. So this basically happens within the working environment, and here the members, they gather together in order to discuss the problems in the working situation and in order to resolve the personal conflicts. സോ ഒരു ടീമിലെ മെമ്പേഴ്സ് തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്ട്സ് ഒക്കെ റിസോൾവ് ചെയ്യാനായിട്ടും അവരുടെ വർക്കിംഗ് സിറ്റുവേഷനിലുള്ള പ്രോബ്ലംസിനെ ഒന്ന് ടാക്കിൾ ഔട്ട് ചെയ്യാനായിട്ടും ഉപയോഗിക്കുന്ന ഒരു കോൺഫറൻസ് ആണ് ജനറൽ പ്രോബ്ലം കോൺഫറൻസസ്. And the last kind is nursing care conferences. Here the members collaborate for problem oriented nursing care. സോ നഴ്സിംഗ് കെയർ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിസീസ് കണ്ടീഷനുള്ള ഒരു ക്ലൈനെയൊക്കെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ അവർ ഫേസ് ചെയ്യേണ്ട ആ ഒരു പ്രോബ്ലംസും അതുപോലെ തന്നെ അവർക്ക് കൊടുക്കേണ്ട ആ ഒരു ഇൻ്റർവെൻഷൻസും ഒക്കെ ഡിസ്കസ് ചെയ്ത് പുതിയൊരു നോളജ് ഗെയിൻ ചെയ്യാനായിട്ട് നഴ്സിംഗ് കെയർ റീജിയനിൽ ഗെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കോൺഫറൻസ് ആണ് നഴ്സിംഗ് കെയർ കോൺഫറൻസസ്. സോ ഹിയർ ദ മെമ്പേഴ്സ് കൊളാബറേറ്റ് ഫോർ പ്രോബ്ലം ഓറിയൻറ്റഡ് നഴ്സിംഗ് കെയർ. So these are the different kinds of conferences according to the purpose. ഒന്നുകൂടെ പറയാം: direction giving conference, client centered conference, content conferences, reporting conferences, general problem conferences, and nursing care conference. Further, conference can be defined according to the number of participants. നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് അനുസരിച്ച് ഒരു കോൺഫറൻസിനെ രണ്ട് രീതിയിൽ തിരിക്കാം, വിച്ച് ഇസ് ഗ്രൂപ്പ് കോൺഫറൻസ് ആൻഡ് ഇൻഡിവിജ്വൽ കോൺഫറൻസ്. ഇതൊന്ന് നോട്ടിൽ എഴുതിയിടണം. അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് എ കോൺഫറൻസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഗ്രൂപ്പ് കോൺഫറൻസ് or an individual conference. Now let's see one by one what is group conference and individual conference. So group conference, as in the name, it is defined as a meeting of professional persons for the purpose of interchange of ideas and solve problems that are related to patients and their surroundings. പേരിലുള്ള പോലെ തന്നെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഫഷണൽ ഗ്രൂപ്പിലുള്ള കുറച്ച് ആൾക്കാർ പരസ്പരം മീറ്റ് ചെയ്ത് അവരുടെ ഐഡിയാസ് പരസ്പരം ഷെയർ ചെയ്ത് പേഷ്യൻസ് കെയറിൽ നേരിടേണ്ടി വരുന്ന പ്രോബ്ലംസിനെ സോൾവ് ഔട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കോൺഫറൻസ് രീതിയാണ് ഗ്രൂപ്പ് കോൺഫറൻസ്. It is defined as a meeting of professional persons for the purpose of interchange of ideas and solve problems that are related to patients and their surroundings. In a group conference, a subject of common interest related to the clinical area is discussed by the students under the guidance of a nurse educator. So what happens in a group conference is, here students, they gather under the chairmanship of a nurse educator in order to discuss a subject of common interest that is related to the clinical area. സോ പേഷ്യൻ്റ് കെയറിൽ നേരിടേണ്ടി വരുന്ന ഒരു കോമൺ ഏരിയ ഓഫ് ഇൻട്രസ്റ്റിനെ കുറച്ച് കുട്ടികൾ ഒരു ടീച്ചറുടെ ഗൈഡ്ഷിപ്പിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഗ്രൂപ്പ് കോൺഫറൻസ്. ഇറ്റ് ഈസ് എ സ്മോൾ ഗ്രൂപ്പ് ടീച്ചിങ് മെത്തേഡ്. The subjects selected for the group conference should have a clinical orientation and enrich the clinical skills of the students. So mainly the subjects that are selected for group conference, that should be oriented to the clinical area and that should aim at enriching the clinical skills of the students. The main subjects that are selected are nursing management of a patient with a particular disease, common errors that are likely to be committed by the students, like ഒരു മെഡിക്കേഷൻ എറർ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഒരു എറർ, അങ്ങനെ കോമൺ ആയിട്ട് മിസ്റ്റേക്സ് സംഭവിക്കാൻ പറ്റുന്ന ക്ലിനിക്കൽ ഏരിയയിൽ സംഭവിക്കാൻ പറ്റുന്ന മിസ്റ്റേക്സ്, any deficiencies noted in the nursing care delivery by the students, like പല പല പ്രൊസീജിയർ അപ്ഡേറ്റഡ് ആവാം അല്ലേ, പക്ഷെ സ്റ്റാഫ് ബെഡ് സൈഡിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് നഴ്സസ് അത് അപ്ഡേറ്റഡ് ആവണം എന്നില്ല. അപ്പോൾ അങ്ങനെ സ്റ്റുഡൻസ് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് അവർ നോട്ടീസ് ചെയ്യുകയാണ് ക്ലിനിക്കൽ സൈഡിൽ, ദാറ്റ് നീഡ്സ് ടു ബി ചേഞ്ച്ഡ്. സോ സച്ച് ഡെഫിഷ്യൻസീസ് ക്യാൻ ബി ഡിസ്കസ്ഡ്. അപ്ഡേറ്റിംഗ് ഓഫ് പ്രൊസീജിയേഴ്സ്, ആസ് ഐ സെഡ് നൗ.
പേഷ്യൻ്റ് കെയർ ഇംപ്ലിക്കേഷൻസ് വൈൽ അഡ്മിനിസ്ട്രിങ് ഡ്രഗ്സ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോ ഡ്രഗ്സ് കൊടുക്കുമ്പോഴും അതിൻ്റേതായ